നിങ്ങളുടെ ജീവിതം വെറുമൊരു യാദൃശ്ചികതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഇതൊരു ആഴത്തിലുള്ളതും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തതുമായ ഒരു പദ്ധതിയായിരുന്നു. നിങ്ങളുടെ ജനനം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വിജയങ്ങൾ എല്ലാം നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. ഈ ലോകത്തേക്ക് വരുന്നതിന് വളരെ മുമ്പ് തന്നെ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ ഓരോ സന്തോഷവും, ഓരോ സങ്കടവും, ഓരോ ബന്ധവും നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ എങ്ങനെ? എന്തിനുവേണ്ടി? സമയം നിശ്ചലമാകുന്ന ഒരു ആത്മാവ് തന്റെ അടുത്ത ജന്മത്തിന്റെ കഥ സ്വയം എഴുതുന്ന അദൃശ്യമായ ഒരു ലോകത്തുവച്ചാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബുദ്ധനിലും സൂഫി സന്യാസിമാരിലും രഹസ്യവിദ്യകളിലും നൂറ്റാണ്ടുകളായി മറച്ചുവെക്കപ്പെട്ട ആ രഹസ്യത്തിന്റെ ചുരുളാണ് ഇന്ന് നമ്മൾ അഴിക്കാൻ പോകുന്നത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ യാത്രയിൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം നിൽക്കുക. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഇന്ന് നിങ്ങൾ നിങ്ങളെത്തന്നെ കാണും. നിങ്ങളുടെ ആത്മാവ് എന്തിനാണ് ഈ ജീവിതം തെരഞ്ഞെടുത്തത് എന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും. ജനനത്തിനു മുമ്പ് തന്നെ നിങ്ങളുടെ വിധി എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത്? ആത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? നഷ്ടപ്പെട്ട ഈ അറിവ് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി എങ്ങനെ മാറ്റാം? ഇതൊരു കഥ മാത്രമല്ല, ഇത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ്. ഇതറിയുക എന്നത് നിങ്ങളുടെ ആത്മാവിന്റെ അവകാശമാണ്. ഭാഗം 2. പുരാതന സത്യം. ആത്മാവ് ജനിക്കുന്നതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ രഹസ്യം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഋഗ്വേദം, ഉപനിഷത്തുകൾ, ബുദ്ധമത ഗ്രന്ഥങ്ങൾ, ഗരുഡപുരാണം, തന്ത്രശാസ്ത്രങ്ങൾ എന്നിവയിൽ ഇവ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഹെർമറ്റിക് ഫിലോസഫി, സൂഫി സന്യാസിമാരുടെ നിഗൂഢ ജ്ഞാനപാരമ്പര്യം, എന്തിന് പുരാതന ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിൽ വരെ ഈ രഹസ്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ബുദ്ധമതത്തിന്റെ ടിബറ്റൻ തത്വങ്ങളിൽ സിഡ്പ ബർദോയെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ ആത്മാവ് ജനിക്കുന്നതിനു മുമ്പ് തന്നെ തന്റെ അടുത്ത ജീവിതം തെരഞ്ഞെടുക്കുന്നു. യോഗികളുടെ സാധനാപാതകളിലും ആത്മാവിന്റെ അടുത്ത ജീവിതം അതിന്റെ ബോധത്തെയും കർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നാം ഈ ജീവിതത്തിലേക്ക് അറിയാതെ വന്നവരല്ല എന്ന് എല്ലാ പാരമ്പര്യങ്ങളും ഒരേ കാര്യം പറയുന്നു. നമ്മൾ ഇതിനെ തിരഞ്ഞെടുത്തതാണ്, മനഃപൂർവ്വം ചിന്തിച്ചുറപ്പിച്ച്. ഭാഗം 3. ജീവിതം ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ഈ ജീവിതം ഒരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ ആത്മാവ് സ്വയം തെരഞ്ഞെടുത്ത യാത്രയാണിത്. ഓരോ വെല്ലുവിളിയും, ഓരോ വിജയവും, നിങ്ങൾ സ്നേഹിച്ചതോ നഷ്ടപ്പെട്ടതോ ആയ ഓരോ ബന്ധവും എല്ലാം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആത്മാവിന്റെ പങ്കാളി, എന്തിന് നിങ്ങളുടെ പോരാട്ടങ്ങൾ പോലും നിങ്ങളുടെ ആത്മാവ് ചിന്തിച്ചുറപ്പിച്ചെടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ജനനത്തിനു മുമ്പ് സമയത്തിനും സ്ഥലത്തിനും അസ്തിത്വമില്ലാത്ത ഒരു തലത്തിൽ വെച്ച് നിങ്ങളുടെ ആത്മാവാണ് ഇതെല്ലാം തീരുമാനിച്ചത്. നിങ്ങളുടെ ജീവിതം ഒരു അപകടമല്ല, അതൊരു പവിത്രമായ പദ്ധതിയുടെ ഭാഗമാണ്. പഠിക്കാനും വളരാനും നിങ്ങളെത്തന്നെ അറിയാനും നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പദ്ധതി. ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഓരോ വേദനയും ഓരോ സന്തോഷവും ആഴത്തിലുള്ള ഒരു ധാരണയോടും ബഹുമാനത്തോടും കൂടിയാണ് കാണപ്പെടുന്നത്. ഭാഗം 4. ജനനത്തിനു മുമ്പുള്ള ലോകം. ഈ ജീവിതത്തിലേക്ക് വരുന്നതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിലെത്തുന്നതിനു മുമ്പും നിങ്ങൾക്ക് അസ്തിത്വമുണ്ടായിരുന്നു. സമയത്തിനും സ്ഥലത്തിനും അതീതമായ ഒരു ലോകത്തായിരുന്നു നിങ്ങൾ. പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരവസ്ഥയാണിത്. ആസ്ട്രൽ റിയൽ, കാരണലോകം, ത്രിബദ്ധ അവസ്ഥ അല്ലെങ്കിൽ ടിബറ്റൻ ബുദ്ധമതത്തിലെ സിഡ്പ ബർദോ. ശരീരമില്ലാത്ത ഒരു മേഖലയാണിത്. അതിരുകളില്ല, ഊർജം മാത്രമേയുള്ളൂ, ബോധം മാത്രമേയുള്ളൂ. ഇവിടെ ആത്മാവിന് ഭയമോ സംശയമോ അഹങ്കാരമോ ഇല്ല. അതിരില്ലാത്ത സമാധാനവും അതിരില്ലാത്ത സ്നേഹവും മാത്രം. നിങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സുമായി ചിലർ ഈശ്വരനെന്നോ ചിലർ ബ്രഹ്മമെന്നോ അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സെന്നോ വിളിക്കുന്നതിനോട് നിങ്ങൾ പൂർണ്ണ ഐക്യത്തിലായിരുന്നു. യാതൊരു ദ്വന്ദ്വവുമുണ്ടായിരുന്നില്ല, യാതൊരു വിവേചനവും ഉണ്ടായിരുന്നില്ല. നിങ്ങളും പ്രപഞ്ചവും ഒന്നായിരുന്നു. പൂർണ്ണമായ ബോധത്തിൽ മുഴുകി നിങ്ങളവിടെ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ വിശപ്പോ വേദനയോ ആഗ്രഹങ്ങളോ ഉണ്ടായിരുന്നില്ല. നിലനിൽപ്പിന്റെ ആനന്ദം മാത്രം. എല്ലാം വ്യക്തമായ ഒരവസ്ഥയായിരുന്നു അത്. നിങ്ങൾ അനന്തനാണെന്നും അജരനാണെന്നും അമരനാണെന്നും നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങൾ എത്ര യാത്രകൾ ചെയ്തുവെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. എത്ര തവണ ജനിച്ചു, എത്ര തവണ മരണത്തെ മറികടന്നു. ഓരോ തവണയും നിങ്ങളുടെ ബോധത്തിലേക്ക് പുതിയ അനുഭവങ്ങൾ എങ്ങനെ ചേർത്തുവെന്നും. എന്നാൽ പോലും ഈ പൂർണ്ണതയ്ക്കിടയിലും ഒരു ചെറിയ ആഗ്രഹം ഉയർന്നുവരുന്നു. പുതിയതെന്തെങ്കിലും പഠിക്കാനുള്ള, പുതിയതെന്തെങ്കിലും അനുഭവിക്കാനുള്ള ഒരു വിളി. കാരണം അനുഭവമില്ലാതെ ബോധം നിശ്ചലമാകുന്നു. വളരുക, വികസിക്കുക എന്നതാണ് ബോധത്തിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ആത്മാവ് വീണ്ടും ഒരു പുതിയ ജീവിതം ആസൂത്രണം ചെയ്യുന്നത്. പുതിയ വെല്ലുവിളികൾ, പുതിയ യാത്രകൾ, പുതിയ ബന്ധങ്ങൾ. എന്നാൽ അതിനു മുമ്പ് അത് തന്റെ മുൻകാല ജീവിതങ്ങളുടെ കണക്കുകൾ നോക്കുന്നു. എവിടെയാണ് താൻ വിജയിച്ചതെന്ന് പഠിക്കുന്നു. എവിടെയാണ് ഇനിയും വികസനം ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ആ അദൃശ്യമായ പ്രപഞ്ചസഭയിൽ പുതിയ യാത്രയുടെ ഭൂപടം തയ്യാറാക്കപ്പെടുന്നു. ഭാഗം 5. ആത്മാവ് ജനിക്കുന്നത് എന്തുകൊണ്ട്? വേദനയോ ഇല്ലായ്മയോ ഇല്ലാത്ത, അതിരില്ലാത്ത സമാധാനത്തിന്റെ ആ അത്ഭുതകരമായ രാജ്യത്തായിരിക്കുമ്പോഴും ആത്മാവിനുള്ളിൽ നിന്ന് ഒരു വലിയ വിളി ഉയരുന്നു.
വളർച്ചയുടെയും അനുഭവത്തിന്റെയും സ്നേഹത്തിന്റെ ആഴങ്ങൾ അറിയുന്നതിന്റെയും വിളിയാണത്. കാരണം സമാധാനത്തിൽ മാത്രം ജീവിച്ചാൽ പോരാ, അനുഭവങ്ങളിലൂടെ മാത്രമേ ബോധം വളരുകയുള്ളൂ എന്ന് ആത്മാവിനറിയാം. വെല്ലുവിളികൾ കൊണ്ട് മാത്രമേ ആത്മാവിന് ആഴം ലഭിക്കൂ. വിത്ത് ഇരുണ്ട മണ്ണിൽ കിടന്ന് മുളയ്ക്കേണ്ടതുപോലെ, സ്വർണം തീയിലൊരുകി ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ, അതുപോലെ തന്നെ തന്റെ യഥാർത്ഥ പ്രകാശം കണ്ടെത്താൻ ആത്മാവിനും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആത്മാവ് സ്വമേധയാ ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. സ്നേഹമുള്ള, എന്നാൽ അതോടൊപ്പം നഷ്ടപ്പെടുമെന്ന ഭയവുമുള്ള ഒരു ജീവിതം. വിജയത്തിന്റെ സ്വാദുള്ള ഒരു ജീവിതം, എന്നാൽ അതോടൊപ്പം പരാജയത്തിന്റെ വേദനയുമുള്ള ഒന്ന്. ബന്ധങ്ങളുടെ മധുരമുള്ള ഒരു ജീവിതം, എന്നാൽ അതോടൊപ്പം വേർപാടിന്റെ സങ്കടവുമുള്ള ഒന്ന്. ഓരോ വെല്ലുവിളിയും, ഓരോ വേദനയും, ഓരോ സന്തോഷവും, ഓരോ കണ്ണീരും തന്റെ വളർച്ചയുടെ മാലയിലെ മുത്താകുമെന്ന് ആത്മാവിനറിയാം. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ആത്മാവ് തീരുമാനിക്കുന്നത്. തനിക്ക് തിളങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അത് ബോധപൂർവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു അപകടമല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ, ജനിച്ച സ്ഥലം, കഴിവുകൾ, പോരാട്ടങ്ങൾ എല്ലാം നിങ്ങളുടെ ആത്മാവിന്റെ ആഴത്തിലുള്ള പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ തന്നെയാണ് ഈ ജീവിതം തിരഞ്ഞെടുത്തത്. നിങ്ങൾ ജീവിച്ചതോ ജീവിക്കുന്നതോ ആയ ഓരോ നിമിഷവും. ഇത് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ അനുഭവവും അതെത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആഴത്തിലുള്ള അർത്ഥവും ലക്ഷ്യവും കൊണ്ടുവരുന്നു. നിങ്ങൾ വെറുമൊരു ശരീരമല്ല, അനന്തമായ ഒരു യാത്രയിലെ യാത്രികനാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹത്തിനും വളർച്ചയ്ക്കുമായി ഈ ജീവിതത്തിന്റെ പാത നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണ്. ഭാഗം 6. ജനനത്തിനു മുമ്പുള്ള പദ്ധതി ഇപ്പോൾ ചിന്തിക്കുക. ഭൂമിയിൽ ജനിക്കുമെന്ന് ആത്മാവ് തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുമോ? അത് ഏതെങ്കിലും ഒരു ജീവിതത്തിലേക്ക് വെറുതെ ഇറങ്ങിച്ചെല്ലുകയാണോ? അല്ല, ഇതൊരു ആഴത്തിലുള്ളതും സൂക്ഷ്മവുമായ പദ്ധതിയാണ്. ജനിക്കുന്നതിനു മുമ്പ് പല പാരമ്പര്യങ്ങളും ഇടയിലുള്ള ലോകം, അല്ലെങ്കിൽ അന്തർജീവിത മേഖല എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ആത്മാവ് പോകുന്നു. ആത്മാവ് തന്റെ മുൻകാല ജീവിതങ്ങൾ അവലോകനം ചെയ്യുന്ന സ്ഥലമാണിത്. അവിടെ വെച്ച് ആത്മാവ് കാണുന്നു എവിടെയാണ് താൻ സ്നേഹിച്ചത് എന്ന്, എവിടെയാണ് താൻ ഭയത്താൽ നയിക്കപ്പെട്ടത് എന്ന്, എവിടെയാണ് തന്റെ ബോധം വികസിപ്പിച്ചത്, എവിടെയാണ് അജ്ഞാനത്തിൽ കുടുങ്ങിപ്പോയത് എന്ന്. ഈ അവലോകനം ഒരു ശിക്ഷയല്ല, ഇത് ആത്മാവിന് സ്വന്തം സത്യം കാണിച്ചു കൊടുക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. ഓരോ പ്രവൃത്തിയും, ഓരോ വികാരവും, ഓരോ ചിന്തയും അതിന്റെ ഫലങ്ങളോടൊപ്പം ആത്മാവിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നു. തന്റെ വാക്കുകൾ എങ്ങനെയാണ് ഒരാളെ വേദനിപ്പിച്ചതെന്നും അല്ലെങ്കിൽ തന്റെ സ്നേഹം എങ്ങനെയാണ് ഒരാളെ രക്ഷിച്ചതെന്നും അതനുഭവിക്കുന്നു. തുടർന്ന് ഇനി എന്താണ് പഠിക്കേണ്ടതെന്ന് ആത്മാവ് തീരുമാനിക്കുന്നു. പൂർത്തിയാകാത്ത പാഠങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഗുണങ്ങളാണ് കൂടുതൽ ആഴത്തിലുള്ളതാക്കേണ്ടത്? ഈ പദ്ധതിയിൽ ആത്മാവ് തനിച്ചല്ല, ആത്മീയ വഴികാട്ടികൾ അതിനോടൊപ്പമുണ്ട്. ഈ ഗൈഡുകൾ അതിനെ സഹായിക്കുന്നു. അവർ അതിന് ഓപ്ഷനുകൾ കാണിക്കുന്നു. ആത്മാവിന് സാധ്യമായ ജീവിതങ്ങൾ കാണിച്ചുകൊടുക്കുന്നു. അതായത് ഒരു വലിയ സ്ക്രീനിൽ എന്ന പോലെ ഓരോ ജീവിതത്തിലുമുള്ള വ്യത്യസ്ത വെല്ലുവിളികൾ, വ്യത്യസ്ത അവസരങ്ങൾ, വ്യത്യസ്ത ബന്ധങ്ങൾ. ഏത് ജീവിതത്തിൽ നിന്നാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ലഭിക്കുക എന്ന് ആത്മാവ് മനസ്സിലാക്കുന്നു. തുടർന്ന് മാതാപിതാക്കൾ, കുടുംബത്തിന്റെ അവസ്ഥ, രാജ്യം, സംസ്കാരം, സമയം, എന്തിന് പ്രത്യേക കഴിവുകളും വെല്ലുവിളികളും വരെ അത് തിരഞ്ഞെടുക്കുന്നു. അതെ, നിങ്ങളുടെ ശക്തികളും ബലഹീനതകളും നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഏത് അസുഖവുമായി പോരാടണം, ഏത് സങ്കടത്തിലൂടെ കടന്നുപോകണം, ഏത് സ്നേഹം അനുഭവിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. കാരണം ഓരോ അനുഭവവും നിങ്ങളുടെ ആത്മാവിനെ മിനുക്കുന്നതായിരുന്നു. എന്നാൽ ഓർക്കുക, ഈ പദ്ധതി ഇരുമ്പുകൊണ്ടുള്ള ഒരു മതിലായിരുന്നില്ല. ഇത് ഓപ്ഷനുകളുള്ള, സാധ്യതകളുള്ള ഒരു ബ്ലൂപ്രിന്റായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴും സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഓരോ നീക്കവും, ഓരോ വെല്ലുവിളിയും തന്റെ വളർച്ചയ്ക്കുള്ള ഒരു സമ്മാനമായി മാറുന്ന ഏറ്റവും മനോഹരമായ കളിയാണ് നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്തത്. ജീവിതം അന്യായമാണെന്നും ഒരു ദുഃഖവും വെറുതെയാണെന്നും തോന്നുമ്പോഴെല്ലാം ഓർക്കുക, ഇതെല്ലാം നിങ്ങൾ സ്വയം നിങ്ങളുടെ ആത്മാവിനാൽ തിരഞ്ഞെടുത്ത വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഭാഗം 7. കർമ്മത്തിന്റെ പ്രാധാന്യം. ഓരോ ആത്മാവിന്റെയും യാത്രയ്ക്ക് ദിശ നൽകുന്ന ആഴത്തിലുള്ള ഒരു നിയമത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാം. ഈ നിയമമാണ് കർമ്മനിയമം. കർമ്മത്തിന്റെ അർത്ഥമെന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഓരോ പ്രവൃത്തിയും, ഓരോ വികാരവും, ഓരോ ചിന്തയും ഒരു ഊർജ്ജമുണ്ടാക്കുന്നു. ഈ ഊർജ്ജം ഒരിക്കലും നശിക്കുന്നില്ല. അത് തിരികെ വരുന്നു. ചിലപ്പോൾ ഈ ജീവിതത്തിൽ, ചിലപ്പോൾ അടുത്തതിൽ, വലിയ ശബ്ദത്തിൽ. വിത്ത് പാകുമ്പോൾ അതുപോലുള്ള ഫലം ലഭിക്കുന്നതുപോലെ ഓരോ കർമ്മവും അതിന്റെ ഫലം കൊണ്ടുവരുന്നു. സ്നേഹത്തിന്റെ വിത്ത് പാകിയാൽ സ്നേഹത്തിന്റെ വിളവ് ലഭിക്കും. വെറുപ്പിന്റെ വിത്ത് പാകിയാൽ വേദനയുടെ വിളവ് ലഭിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, കർമ്മം ഒരു ശിക്ഷയല്ല. ഇത് പഠിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. എങ്ങനെയുള്ള ആളാകണം, എന്തൊക്കെ ഉപേക്ഷിക്കണം എന്ന് മനസ്സിലാക്കാൻ ആത്മാവിനെ അതിന്റെ ഓരോ പ്രവൃത്തിയുടെയും ഫലം അനുഭവിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് കർമ്മം. നിങ്ങളുടെ നിലവിലെ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞ യാത്രകളുടെ പ്രതിഫലനമാണ്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില സംഭവങ്ങൾ പഴയ കർമ്മങ്ങളുടെ ഫലമായിരിക്കാം. ഒരിക്കൽ നിങ്ങൾ ആർക്കെങ്കിലും താങ്ങായി നിന്നിട്ടുണ്ടാകും. ഇന്നൊരാൾ നിങ്ങൾക്ക് താങ്ങായി മാറുന്നു. ഒരിക്കൽ നിങ്ങൾ ഒരാളുടെ ഹൃദയം തകർത്തിട്ടുണ്ടാകും. ഇന്ന് സ്വയം തകരുന്നതിന്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതിനർത്ഥം നിങ്ങൾ ഒരു ഇരയാണെന്നല്ല.
മറിച്ച് പഠിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ പോരാളിയാണ് നിങ്ങൾ. കർമ്മം 2 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തേത് സഞ്ചിത കർമ്മം, അതായത് പഴയ കർമ്മങ്ങളുടെയെല്ലാം ശേഖരം. രണ്ടാമത്തേത് പ്രാരബ്ധ കർമ്മം, അതായത് അനുഭവിക്കാനോ പഠിക്കാനോ ആയി ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കർമ്മങ്ങൾ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നു. അതിനർത്ഥം ഭാവി നിങ്ങളുടെ കൈകളിലാണ് എന്നാണ്. ഇന്നത്തെ ഓരോ ചെറിയ ചുവടുവെപ്പും, ഓരോ ചെറിയ ദയയും, ഓരോ ചെറിയ ക്ഷമയും നിങ്ങളുടെ അടുത്ത പാതയെ പ്രകാശമാനമാക്കും. അതിനാൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക, ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും? കാരണം യഥാർത്ഥ അറിവിന് കഷ്ടപ്പാടുകളെപ്പോലും അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കഴിയും. കർമ്മം ഒരു ചങ്ങലയല്ല, ഇത് ഒരു കോണിയാണ്. ഇതിൽ കയറി ആത്മാവ് സ്വയം പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നു. ഭാഗം 8. ആത്മീയ കരാറുകളും ആത്മീയ ഗ്രൂപ്പുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആളുകളുമായുള്ള നിങ്ങളുടെ കണ്ടുമുട്ടൽ ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടോ? അതെ, ഇതാണ് സത്യം. ജനിക്കുന്നതിനു മുമ്പ് ചില ആത്മാക്കളുമായി നമ്മൾ ആത്മീയ കരാറുകളുണ്ടാക്കുന്നു. പഠിക്കാനും വളരാനും വികസിക്കാനും വേണ്ടിയാണ് ഈ കരാറുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കാമുകന്മാർ, നിങ്ങളെ വേദനിപ്പിച്ചവർ പോലും എല്ലാവരുമായും ആഴത്തിലുള്ള ഒരു ആത്മീയ കരാറുണ്ട്. ചില ആത്മാക്കൾ നിങ്ങൾക്ക് താങ്ങാകുന്നു, ചിലർ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ചിലപ്പോൾ പഠിപ്പിക്കാൻ സ്നേഹം നൽകുന്നു, ചിലപ്പോൾ കഠിനമായ പാഠങ്ങളും നൽകുന്നു. എന്നാൽ അറിഞ്ഞുകൊള്ളുക, ഓരോ കണ്ടുമുട്ടലിനും ഒരു ഉദ്ദേശ്യമുണ്ട്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നതിനോ വേണ്ടി ചിലപ്പോൾ ഒരു ആത്മാവ് കഠിനമായ വേഷം ചെയ്യുന്നു. നമ്മൾ ആത്മാക്കൾ ഗ്രൂപ്പുകളായാണ് യാത്ര ചെയ്യുന്നത്. ഇതിനെ ആത്മീയ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ഒരേ ആത്മീയ ഗ്രൂപ്പിൽ നമ്മൾ പല ജന്മങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ചിലപ്പോൾ അമ്മയായി, ചിലപ്പോൾ സഹോദരനായി, ചിലപ്പോൾ സുഹൃത്തായി, കാമുകനായി അല്ലെങ്കിൽ ശത്രുവായി പോലും. ഓരോ തവണയും വ്യത്യസ്ത വേഷം, പക്ഷേ ഒരേയൊരു ലക്ഷ്യം: പഠിക്കുകയും വളരുകയും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുകയും വിചിത്രമായ ഒരു ആഴത്തിലുള്ള അടുപ്പം തോന്നുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാക്കുകൾക്കതീതമായ ഒരു ബന്ധം തോന്നുമ്പോൾ, അത് നിങ്ങളുടെ ആത്മീയ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കാമെന്ന് മനസ്സിലാക്കുക. ഓർക്കുക, ഈ ആത്മീയ ഗ്രൂപ്പ് എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ജീവിതത്തിൽ പോരാട്ടങ്ങളോ ദൂരങ്ങളോ ഉണ്ടെങ്കിലും ആത്മീയ തലത്തിൽ നിങ്ങൾ ഒരിക്കലും വേർപിരിയുന്നില്ല. ഓരോ ബന്ധവും ഓരോ കണ്ടുമുട്ടലും നിങ്ങളുടെ ആത്മീയ യാത്രയുടെ പവിത്രമായ ഭാഗമാണ്. ഓരോ ആത്മാവും നിങ്ങളുടെ കഥയിൽ ഒരു അമൂല്യമായ അധ്യായം എഴുതാനാണ് വന്നിരിക്കുന്നത്. ഭാഗം 9. ആത്മീയ വഴികാട്ടികളും ആത്മാവിന്റെ തിരഞ്ഞെടുപ്പും ഒന്ന് ചിന്തിക്കൂ. ആത്മാവ് തന്റെ അടുത്ത ജന്മം തിരഞ്ഞെടുക്കുമ്പോൾ അതൊറ്റയ്ക്കാണോ? ഈ പവിത്രമായ പ്രക്രിയയിൽ ആത്മാവിന്റെ കൂടെ അതിന്റെ ആത്മീയ വഴികാട്ടികളുണ്ടായിരിക്കും. ഈ വഴികാട്ടികൾ നിങ്ങളുടെ ആത്മാവിനെ നയിക്കുക എന്ന ഒരേയൊരു ഉദ്ദേശ്യത്തോടെയുള്ള സ്നേഹം നിറഞ്ഞ വലിയ ഊർജ്ജമുള്ള ദിവ്യജീവികളാണ്. അവർ നിങ്ങളുടെ ബലഹീനതകളുടെയും ശക്തികളുടെയും കണ്ണാടി കാണിച്ചു തരുന്നു. അവർ വെല്ലുവിളികളും അവസരങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. നിങ്ങളൊരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഈ വഴികാട്ടികൾ നിങ്ങളോടൊപ്പം ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നു. അവർ നിങ്ങളുടെ കഴിഞ്ഞ യാത്ര നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പൂർത്തിയാകാത്ത പാഠങ്ങൾ, നിങ്ങളുടെ നേട്ടങ്ങൾ, എവിടെ ഏത് അനുഭവമാണ് ആവശ്യമെന്ന് അവർ നിങ്ങളോട് പറയുന്നു. എന്നാൽ അന്തിമ തീരുമാനം എപ്പോഴും നിങ്ങളുടെ ആത്മാവിന്റേതായിരിക്കും. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, ആരും നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. വളർച്ചയ്ക്കുള്ള നിങ്ങളുടെ ദാഹം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത യാത്ര തിരഞ്ഞെടുക്കുന്നത്. ആത്മീയ വഴികാട്ടികൾ ഉപദേശകർ മാത്രമാണ്, വഴി കാണിച്ചു തരുന്ന ഒരു സ്നേഹനിധിയായ അധ്യാപകനെപ്പോലെ. എന്നാൽ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ വഴികാട്ടികൾ അദൃശ്യരായി തുടരുമ്പോഴും നിങ്ങളുടെ ആത്മാവിനോട് വളരെ അടുത്തായിരിക്കും. സൂചനകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പെട്ടെന്നുണ്ടാകുന്ന മനസ്സിലാക്കലിലൂടെയും അവർ നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം കഠിനമായി തോന്നുമ്പോഴോ വഴിമങ്ങലായി തോന്നുമ്പോഴോ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ലെന്നോർക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആത്മീയ പങ്കാളികളുണ്ട്. അവരുടെ മന്ത്രണങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം തിരിച്ചറിയുകയും ചെയ്യുക മാത്രമാണ് ആവശ്യം. നിങ്ങൾ വന്നിരിക്കുന്നത് ഓരോ നിമിഷവും നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഒരു ദിവ്യസംഘത്തോടൊപ്പമാണ്. ഭാഗം 10. സ്വതന്ത്ര ഇച്ഛാശക്തി. മറ്റൊരു ആഴത്തിലുള്ള സത്യം കൂടി അറിയുക. നിങ്ങളുടെ ആത്മാവ് ഈ ജീവിതം ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകപ്പെട്ടിട്ടുണ്ട്. അതെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലൂപ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ വഴി തീരുമാനിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. ഓരോ തിരിവിലും ഓരോ തീരുമാനത്തിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ബുദ്ധിമുട്ടുകളെ ഭയന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ അവയെ നേരിട്ട് പഠിക്കാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കോപത്തിലും വെറുപ്പിലും കുടുങ്ങിക്കിടക്കാനോ അല്ലെങ്കിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പാത സ്വീകരിക്കാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കായി തയ്യാറാക്കിയ പദ്ധതിയെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു തീർക്കുമെന്ന് നിങ്ങളുടെ പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും നിർണ്ണയിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു പാഠം മനസ്സിലാക്കുന്നു, അപ്പോൾ ജീവിതം എളുപ്പമാകും. ചിലപ്പോൾ അഹങ്കാരമോ ഭയമോ കാരണം നിങ്ങൾ പഠിക്കാൻ വൈകിയാൽ ജീവിതം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിത്തീരും.
അതുകൊണ്ടാണ് ഒരു പ്രവചനത്തിനോ ജാതകത്തിനോ നിങ്ങളുടെ മുഴുവൻ ജീവിതവും പൂർണ്ണമായി പറയാൻ കഴിയാത്തത്. കാരണം ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ പുതിയ സാധ്യതകൾ രൂപപ്പെടുത്തുകയാണ്. ആസൂത്രണം ചെയ്യുക, തുടർന്ന് സ്വതന്ത്ര ഇച്ഛാശക്തിയിലൂടെ അതിന് ജീവൻ നൽകുക എന്നതാണ് ആത്മാവിന്റെ യഥാർത്ഥ കളി. നിങ്ങളുടെ ഭാവിക്കല്ലിൽ എഴുതിയ ഒരു കഥയല്ല. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയാൽ നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു ഒഴുക്കാണിത്. ഓരോ തവണ നിങ്ങൾ സ്നേഹം തിരഞ്ഞെടുക്കുമ്പോഴും, ഓരോ തവണ നിങ്ങൾ ക്ഷമ തിരഞ്ഞെടുക്കുമ്പോഴും, ഓരോ തവണ നിങ്ങൾ ധൈര്യം തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനാൽ അടുത്ത തവണ ജീവിതം നിങ്ങളെ ഒരു തിരിവിൽ നിർത്തുമ്പോൾ ഓർക്കുക, തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ വിധിയുടെയും നിങ്ങളുടെ കഥയുടെയും സ്രഷ്ടാവ് നിങ്ങളാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഭാഗം 11. മറവിയുടെ മൂടുപടം. ആത്മാവെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നെ ഇതൊന്നും നമ്മൾ ഓർക്കാത്തതെന്തുകൊണ്ട്? കാരണം ജനിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മേൽ മറവിയുടെ ഒരു മൂടുപടമിടുന്നു. ഈ മൂടുപടം നമ്മളെ മറക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ജീവിതങ്ങൾ, നമ്മൾ തയ്യാറാക്കിയ പദ്ധതി, നമ്മുടെ യഥാർത്ഥ ദൈവിക രൂപം. ഈ മറവി ഒരു ശിക്ഷയല്ല, അതൊരു അനുഗ്രഹമാണ്. എല്ലാം ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ കഴിയുമായിരുന്നോ? ഓരോ വേദനയും ഓരോ വെല്ലുവിളിയും മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുമായിരുന്നോ? ഈ മറവിയുടെ മൂടുപടം ഓരോ അനുഭവവും പുതിയതായി അനുഭവിക്കാൻ നമുക്ക് അവസരം നൽകുന്നു. സന്തോഷം അനുഭവിക്കാനും, വേദനയെ സ്വീകരിക്കാനും, സ്നേഹത്തെ അറിയാനും, നമ്മെത്തന്നെ വീണ്ടും കണ്ടെത്താനും. നമ്മൾ നഷ്ടപ്പെടുന്നു, അലഞ്ഞുതിരിയുന്നു, വീഴുന്നു, എന്നിട്ട് എഴുന്നേൽക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ ഭംഗി. ഈ മറവിയുടെ മൂടുപടമുണ്ടായിരുന്നിട്ടും ആത്മാവിന്റെ അടയാളങ്ങൾ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ, ചിലപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ, ചിലപ്പോൾ ഒരു അപരിചിതന്റെ വാക്കുകളിൽ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ഒരു നേർക്കാഴ്ച ലഭിക്കുന്നു. ഉള്ളിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദമാണ് ഇത്തരം ചെറിയ നിന്നത്. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ യാത്ര ഇതുതന്നെയാണ്. മറന്നതിനുശേഷം വീണ്ടും ഓർക്കുക. നമ്മൾ ആരാണെന്ന് ഓർക്കുക. എന്തിനാണ് വന്നത്? എന്താകണം? ഇതാണ് യഥാർത്ഥ ഉണർവ്. ഇതാണ് യഥാർത്ഥ വിമോചനത്തിലേക്കുള്ള ആദ്യപടി. ഭാഗം 12. ഭൗതിക ലോകം ഒരു പഠനസ്ഥലം. ആത്മാവിനെ പഠിക്കാൻ എങ്ങോട്ടാണ് അയക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുവരുന്നു. അതിനുള്ള ഉത്തരമാണ് ഭൗതിക ലോകം. അതായത് നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ ലോകം. ഈ ലോകം ഒരു സാധാരണ സ്ഥലമല്ല. ഇതൊരു വലിയ പാഠശാലയാണ്. ഇവിടെയാണ് ആത്മാവിന് യഥാർത്ഥ പരീക്ഷകൾ നൽകുന്നത്. ഇവിടെയെല്ലാം ഉണ്ട്. സുഖം, ദുഃഖം, സ്നേഹം, വിരഹം, വിജയം, പരാജയം. ഓരോ വികാരവും, ഓരോ പോരാട്ടവും ഓരോ പാഠങ്ങൾ നൽകുന്നു. ആത്മാവ് വെളിച്ചത്തിലും സന്തോഷത്തിലും മാത്രം ജീവിച്ചിരുന്നെങ്കിൽ അതെങ്ങനെ ക്ഷമ പഠിക്കുമായിരുന്നു? അത് എങ്ങനെ ക്ഷമിക്കാൻ അറിയുമായിരുന്നു? പോരാട്ടങ്ങളിൽ തനിക്കുള്ളിലെ ദൈവികതയെ അതെങ്ങനെ തിരിച്ചറിയുമായിരുന്നു? അതുകൊണ്ടാണ് ഈ ലോകത്ത് അതിരുകൾ വച്ചിരിക്കുന്നത്. സമയം, ദൂരം, മരണം, വികാരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ. ഈ അതിരുകൾ നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മെത്തന്നെ കണ്ടെത്താൻ നമ്മെ നിർബന്ധിക്കുന്നു. ഈ കൂരിരുട്ടിലാണ് നമ്മൾ നമുക്കുള്ളിലെ പ്രകാശത്തെ കണ്ടെത്തുന്നത്. ശരീരത്തിന്റെ നശ്വരത, സമയത്തിന്റെ പീട്ടി, ബന്ധങ്ങളുടെ ലോലത എന്നിവയൊന്നും സ്ഥിരമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ അസ്ഥിരതയിലാണ് നമ്മൾ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ അനുകമ്പയും യഥാർത്ഥ ആത്മജ്ഞാനവും കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ജീവിതം ഒരിക്കലും പൂർണ്ണമായി തോന്നാത്തത്. കാരണം അത് പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടതല്ല. അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ രൂപപ്പെടുത്താനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഓരോ ബുദ്ധിമുട്ടും ഓരോ വാതിലാണ്. ഓരോ കണ്ണീരും ഓരോ പാഠമാണ്. വേർപിരിയുന്ന ഓരോന്നും പുതിയൊരു തിരിവാണ്. നിങ്ങൾ ഈ വീക്ഷണകോണിൽ നിന്ന് കാണാൻ തുടങ്ങുമ്പോൾ ഓരോ നിമിഷവും ഓരോ അനുഭവവും ഒരു അനുഗ്രഹമായി മാറുന്നു. ഭൗതിക ലോകം ആത്മാവിന്റെ വികസനത്തിന് ഏറ്റവും മനോഹരവും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും ഏറ്റവും അത്യാവശ്യവുമായ വേദിയാണ്. ഭാഗം 13. മരണത്തിനുശേഷം അപ്പോൾ ശരീരം അവസാനിക്കുമ്പോൾ കഥ അവിടെ അവസാനിക്കുമോ? ഇല്ല, ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. മരണത്തിനുശേഷം ആത്മാവ് ജീവന്റെ ഇടയിലുള്ള ലോകം, അല്ലെങ്കിൽ മരണത്തിനിടയിലുള്ള ലോകം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ശരീരമില്ലാത്ത, സമയമില്ലാത്ത, ബോധം മാത്രമുള്ള സ്ഥലമാണിത്. ഇവിടെ ആത്മാവ് നിർത്തുന്നു, വിശ്രമിക്കുന്നു, ചിന്തിക്കുന്നു, തന്റെ കഴിഞ്ഞ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുന്നു. ഇതിനെ ജീവിത അവലോകനം എന്ന് വിളിക്കുന്നു. ഇതിൽ ആത്മാവ് തന്റെ മുഴുവൻ ജീവിതവും കാണുന്നു. വെറും ഓർമ്മകൾ പോലെയല്ല, ആത്മാവ് തന്നെ അതനുഭവിക്കുന്നു. സ്വന്തം പ്രവൃത്തികളുടെയെല്ലാം ഫലം. ഒരാൾക്ക് നൽകിയ സന്തോഷമോ സങ്കടമോ എല്ലാം സ്വയം അനുഭവിക്കുന്നു. ഇതൊരു ശിക്ഷയല്ല, ഇതൊരു ബാഹ്യനീതിയുമല്ല. ഇത് ആത്മാവിന്റെ തന്നെ മനസ്സാക്ഷിയുടെ കണ്ണാടിയാണ്. ഈ അവലോകന സമയത്ത് ആത്മാവ് പഠിക്കുന്നു. എവിടെയാണ് അത് സ്നേഹം തിരഞ്ഞെടുത്തത്? എവിടെയാണ് അത് ഭയത്തെ സ്വീകരിച്ചത് എന്ന്. ജീവന്റെ ഇടയിലുള്ള ലോകത്തിൽ ആത്മാവിന് അവസരം ലഭിക്കുന്നു. സ്വന്തം കർമ്മങ്ങളെ മനസ്സിലാക്കാനും അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനും. ഇതൊരു മനോഹരമായ കാരുണ്യം നിറഞ്ഞ പ്രക്രിയയാണ്. ഇവിടെ ആത്മാവിനെ കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പഠിക്കാൻ ഒരു അവസരം മാത്രം നൽകുന്നു. ഈ സമയം ഓരോ ആത്മാക്കൾക്കും വ്യത്യസ്തമായിരിക്കും. ചിലർ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു, ചിലർ ദീർഘനേരം വിശ്രമിക്കുന്നു,
ഇടയിലുള്ള ലോകത്തിൽ ആത്മാവ് അതിന്റെ ആത്മീയ ഗ്രൂപ്പിനെ കണ്ടുമുട്ടുന്നു. എപ്പോഴും കൂടെയുണ്ടായിരുന്ന ആത്മാക്കളെ. ഇത് സ്നേഹവും വിവേകവും അടുപ്പവും നിറഞ്ഞ ഒരു പുനഃസമാഗമം പോലെയാണ്. തുടർന്ന് ആത്മാവ് തയ്യാറാകുമ്പോൾ ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട്? കാരണം പഠിക്കാനുള്ള പ്രക്രിയ അവസാനിച്ചിട്ടില്ലെന്ന് ആത്മാവിനറിയാം. യാത്ര ഇനിയും ബാക്കിയുണ്ട്. ഭാഗം 14. യാത്രയുടെ അവസാന ലക്ഷ്യം. വിമോചനം. ആത്മാവ് വീണ്ടും വീണ്ടും ജനിക്കുന്നു, പഠിക്കുന്നു, വളരുന്നു, അനുഭവിക്കുന്നു. എന്നാൽ ഈ യാത്ര എപ്പോഴെങ്കിലും പൂർത്തിയാകുമോ? അതെ, ഈ യാത്രയ്ക്കൊരു അന്തിമ ലക്ഷ്യമുണ്ട്: മുക്തി, അല്ലെങ്കിൽ നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്ന അവസ്ഥ. മുക്തി എന്നാൽ ജനനമരണ ചക്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടുക എന്നാണ്. ആത്മാവ് എല്ലാ പാഠങ്ങളും പഠിക്കുകയും കർമ്മങ്ങൾ സന്തുലിതമാക്കുകയും ഉള്ളിലെ പരമമായ സത്യത്തെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അതിന് വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് പൂർണ്ണബോധത്തിൽ ലയിക്കുന്ന അവസ്ഥയാണിത്. ഭയമില്ലാത്ത, അത്യാഗ്രഹമില്ലാത്ത, വേർതിരിവില്ലാത്ത, പോരാട്ടങ്ങളില്ലാത്ത ഇടം. വാക്കുകൾക്കതീതമായ സമാധാനമാണിത്. വിവിധ പാരമ്പര്യങ്ങളിൽ വിമോചനത്തെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിൽ മോക്ഷം, ബുദ്ധമതത്തിൽ നിർവ്വാണം, മറ്റ് പാരമ്പര്യങ്ങളിൽ ആത്മസാക്ഷാത്കാരം, ഉണർവ് അല്ലെങ്കിൽ വിമോചനം. വിമോചനം എന്നത് ഒളിച്ചോടാനുള്ള ഒരു പ്രക്രിയയല്ല. അത് ജീവിതത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും എല്ലാ ബന്ധനങ്ങൾക്കും മുകളിൽ ഉയരുകയും ചെയ്യുന്ന കലയാണ്. താൻ തന്നെയാണ് ബ്രഹ്മം എന്ന് സ്വതന്ത്രയായ ആത്മാവിനറിയാം. അത് സ്നേഹമാണ്, അത് പ്രകാശമാണ്. ഒരു സ്വതന്ത്ര ആത്മാവിന് വേണമെങ്കിൽ ഉയർന്ന ലോകങ്ങളിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ സേവനത്തിനായി തിരികെ വരാം. മനുഷ്യരെ ബോധവൽക്കരിക്കാൻ, സ്നേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ. ഗുരുക്കന്മാർ, അവതാരങ്ങൾ, ബോധിസത്വന്മാർ അല്ലെങ്കിൽ സന്യാസിമാർ എന്ന് നമ്മൾ അത്തരം പ്രബുദ്ധരായ ആത്മാക്കളെ അറിയുന്നു. അവർ തങ്ങളുടെ വ്യക്തിപരമായ സന്തോഷം ഉപേക്ഷിച്ച് നമ്മയെല്ലാം സഹായിക്കാൻ മടങ്ങിവരുന്നു. അവരുടെ ഒരേയൊരു സന്ദേശം ഇതാണ്: നിങ്ങൾ ആരെയാണോ തിരയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. സ്നേഹം മാത്രമാണ് സത്യം. ഉണരുക, നിങ്ങൾ ആരാണെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് സ്വന്തം ദൈവിക സ്വഭാവം തിരിച്ചറിയുകയും തുടർന്ന് ആ സ്വത്വത്തിൽ പൂർണ്ണമായി ജീവിക്കുകയും ചെയ്യുക എന്നത് ആത്മാവിന്റെ ഏറ്റവും വലിയ യാത്രയാകുന്നത്. ഈ യാത്ര നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും വെറുമൊരു ശരീരമല്ല, അനന്തമായ ഒരു ആത്മാവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ താഴെ കമന്റിൽ ഒരു വാക്കെഴുതുക: ജാഗൃതി. അതെ, ജാഗൃതി എന്ന് മാത്രം എഴുതുക. കാരണം ഈ വാക്കെഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുകയും പുതിയൊരു തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഈ ചാനൽ വെറുമൊരു യൂട്യൂബ് ചാനലല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. സത്യമറിയാൻ ആഗ്രഹിക്കുന്ന, ഉണർന്നിരിക്കുന്ന ആത്മാക്കളുടെ ഒരു കുടുംബമാണിത്. നിങ്ങൾക്ക് ഈ കുടുംബത്തിന്റെ ഭാഗമാകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായും പങ്കിടുകയും ചെയ്യുക. ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും നമ്മുടെ കൂട്ടായ ബോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും.